എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ മിക്ക പേർക്കും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലുമെല്ലാം പേഴ്സണൽ കാര്യങ്ങൾക്കും ബിസിനസ് കാര്യങ്ങൾക്കുമായി 2 അക്കൗണ്ടുകൾ ഉള്ളവരായിരിക്കും. ഇങ്ങനെ 2 കാര്യങ്ങൾക്കും 2 അക്കൗണ്ടുകൾ ഒരു ആപ്പിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ഒരു ആപ്പിൽ തന്നെ 2 അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഒരു ആപ്പിൽ 2 അക്കൗണ്ട് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫോണിൽ തന്നെ നമുക്ക് 2 ഫേസ്ബുക്കും 2 ഇൻസ്റ്റാഗ്രാമും 2 വാട്സാപ്പുമെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുവാൻ സാധിക്കും. അതിനായി ഫോണിൽ ഒരു തേർഡ് പാർട്ടി ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. അപ്പോൾ അത് എങ്ങനെയെന്നതാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതിനായി നമുക്ക് ആവശ്യമുള്ളത് ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലുമെല്ലാം ആദ്യം നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്യുന്നത് പോലെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സാപ്പ് ആയാലുമെല്ലാം ഫോണിൽ രണ്ടാമതും ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഫോണിലെ സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ഐക്കണിൽ ടാപ്പ് ചെയ്യുക. ഇവിടെ സെർച്ച് ചെയ്യുന്ന ഓപ്ഷന്റെ നെയിം ഓരോ കമ്പനി ഫോണുകളിലും വ്യത്യാസമുണ്ടാകും. ചില കമ്പനി ഫോണുകളിൽ ആപ്പ് ക്ലോണർ എന്നാകും, ചിലതിൽ ഡുവൽ മെസ്സഞ്ചർ എന്നാകും, ചിലതിൽ ഡുവൽ ആപ്സ് എന്നാകും, ചിലതിൽ ആപ്പ് ട്വിൻ എന്നാകും. ഇതിൽ നിങ്ങളുടെ ഫോണിലുള്ള ഓപ്ഷന്റെ നെയിം ഏതാണോ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ സാംസങ് ഫോൺ ഉപയോഗിച്ചാണ് കാണിക്കുന്നത്. സാംസങ് ഫോണിലാണെങ്കിൽ ഡുവൽ മെസ്സഞ്ചർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ സെറ്റിംഗ്സിൽ കുറച്ച് താഴെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്നതിൽ ഡുവൽ മെസ്സഞ്ചർ എന്ന ഓപ്ഷൻ കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ഡുവൽ മെസ്സഞ്ചർ എന്ന ഓപ്ഷൻ ഓപ്പൺ ആകും. ഇവിടെ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളിൽ നിന്നും ഡുവൽ ആപ്പുകളായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന ആപ്പുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളിൽ നിന്നും ഡുവൽ ആപ്പുകളായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന എല്ലാ ആപ്പുകളും ഇതുപോലെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് ഏതായാലും അതിന് നേരെ കാണുന്ന ബട്ടൺ അവിടെ ഡിസേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ബട്ടൺ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഒരു പെർമിഷൻ ചോദിക്കും. അതിൽ ഇൻസ്റ്റാൾ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനി കുറച്ചു സെക്കൻഡുകൾക്കുള്ളിൽ ഫോണിൽ രണ്ടാമതും ആപ്പ് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. ഞാൻ എൻ്റെ ഫോണിൽ കാണിക്കുന്ന എല്ലാ ആപ്പുകളും എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ എനേബിൾ ചെയ്ത എല്ലാ ആപ്പുകളും രണ്ടാമതും ഫോണിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ എനേബിൾ ചെയ്തിട്ടുള്ള എല്ലാ ആപ്പുകളും ഫോണിൽ രണ്ടാമതും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫോണിൽ തന്നെ ഡുവൽ ആപ്പുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.